പ്രിയമുള്ളവരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. എന്നാൽ ഈ ജൂൺ 19 എങ്ങനെയാണ് വായനാ ദിനമായതെന്നും ഇതിന്റെ ചരിത്രം എന്തെന്നും ഒക്കെ ഇന്ന് ഈ വായനാ ദിനത്തിൽ തന്നെ ഒന്ന് വായിച്ചു കേട്ടാലോ. ഞാൻ അതാണെന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന പുതുവാളിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ സാറിന്റെ ചരമദിനമാണ് നമ്മൾ ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നത്. ഈ പണിക്കർ സാർ ജനിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ 1909 മാർച്ച് 1-നാണ്. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. പണിക്കർ സാർ ഒരു LP സ്കൂൾ അധ്യാപകനായിരുന്നു. അതായത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് കിഴക്കു ഭാഗത്തുള്ള അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപകനായി വന്നതിന് ശേഷമാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലേക്ക് കാര്യമായി തിരിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1945 സെപ്റ്റംബർ 14-ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള PK സ്മാരക വായനശാലയിൽ തിരുവിതാംകൂറിലെ 47 ഗ്രന്ഥശാല പ്രതിനിധികൾ ഒത്തുചേർന്നിട്ടാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം ആരംഭിക്കുന്നത്. ആ ഗ്രന്ഥശാല സംഘമാണ് ഇപ്പോൾ 8500ഓളം ഗ്രന്ഥശാലകളുമായി കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായി മാറിയിട്ടുള്ളത്. 1945 ചേർന്ന ഈ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ്. വായിച്ചു വളരുക എന്നതാണ് ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായി അംഗീകരിക്കപ്പെട്ടിരുന്നത്. 1956 ഐക്യകേരള പിറവിക്ക് ശേഷമാണ് ഈ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം കേരള ഗ്രന്ഥശാല സംഘമായി മാറി അതങ്ങനെ കേരളം മുഴുവൻ വ്യാപിക്കുന്നത്. PN പണിക്കർ സാർ ആകട്ടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വ്യാപകമായ പ്രചാരം നൽകിപ്പോന്നത്. ഇതിന് 1975 യുനെസ്കോയുടെ അവാർഡ് ലഭിച്ചു. 32 വർഷക്കാലം അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അതായത് 1977 വരെ. 1977 ആകുമ്പോൾ ഗ്രന്ഥശാല സംഘം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും ഇതിന്റെ പേര് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്ന് മാറുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ 1977 PN പണിക്കർ സാറ് ക്യാൻഫെഡ് എന്ന പേരിൽ ഒരു അനൗപചാരിക വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഈ ക്യാൻഫെഡ് പിൽക്കാലത്ത് കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന് വലിയ ഊർജം പകർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1991 ഏപ്രിൽ 18-നാണ്. അന്ന് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ ചേർന്ന ഒരു മഹാസമ്മേളനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരുടെ സാന്നിധ്യത്തിൽ നവസാക്ഷരയായ ചേലക്കോടൻ ഐഷുമ്മ എന്നൊരു വൃദ്ധ മാതാവാണ് നമ്മുടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ സമ്പൂർണ്ണ സാക്ഷരതയിൽ നിന്ന് 2025 ആയപ്പോൾ നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ PN പണിക്കർ സാറ് 1995 ജൂൺ 19-ന് അന്തരിച്ചതിന് ശേഷം 1996 മുതലാണ് ഈ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കപ്പെട്ടു വരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലം വായനാ വാരമായും ആചരിച്ചു പോരുന്നു. അങ്ങനെ നമ്മൾ ആരംഭിച്ച ഈ വായനാ ദിനമാണ് 2017 ജൂൺ 19 നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. സാക്ഷര കേരളത്തിന് ഏറ്റവും അഭിമാനിക്കാൻ പോകുന്ന ഒരു സംഭവം തന്നെയല്ലേ ഇത്. പ്രിയമുള്ളവരെ, ഈ വായനാ ദിന ചരിത്ര വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 25-ാം തീയതി വരെ വായനാ വാരം, 25-ാം തീയതി വരെയുള്ള ദിവസമാണ് വായനാ വാരം. അപ്പോൾ അതിനുള്ളിൽ ഞാൻ വീണ്ടും ഇതുപോലെ ഏതെങ്കിലും ഒരു ചരിത്ര വായനയുമായി വരും. നമുക്ക് കൂടാം.